പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ആദ്യമായി ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. ക്രിസ്മസിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഉണ്ണീശോയാണ്. പുൽത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണീശോ. ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളിമയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദർഭമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കാരണം പുൽത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണീശോയ്ക്ക് ഒരുപാട് കുറവുകളുടെ സാധ്യത ഉണ്ടായിരുന്നില്ല. നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കിടക്കാൻ നല്ലൊരു ഇടമുണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറന്നു വീണെങ്കിലും ഉണ്ണീശോയും ഉണ്ണീശോയുടെ അമ്മയും ഉണ്ണീശോയുടെ പിതാവും സന്തോഷഭരിതരായിരുന്നു. കാരണം എന്താണ്? കാരണം അവർക്ക് ഉള്ളും നിറയെ ദൈവസ്നേഹവും ദൈവാനുഭവവും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ അവന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്നൊക്കെ പറയുന്നത് ഉള്ളു നിറയെ ദൈവസ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നിറയുക എന്നുള്ളതാണ്. ഉള്ളു നിറയെ ദൈവസ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നമുക്ക് നിറയാൻ സാധിക്കും. ഇനി ഉള്ളു നിറയെ ദൈവസ്നേഹവും ദൈവാനുഭവവും നമുക്ക് ഇല്ല എങ്കിൽ ബാക്കി നമുക്ക് എന്തെല്ലാം ഉണ്ടായാലും നമുക്ക് ഒരുപക്ഷെ താമസിക്കാൻ വില കൂടിയ വലിപ്പമുള്ള വീടുകളുണ്ടാവും, സഞ്ചരിക്കാൻ വലിയ കാറുകളുണ്ടാവും, വലിയ ജോലി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, നമുക്ക് ചുറ്റുപാട് നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്കതുകൊണ്ടൊന്നും ഒരു സന്തോഷവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കാനായിട്ട് ഇടയില്ല. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ നിറയെ ദൈവസ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നമുക്ക് നിറയാൻ സാധിച്ചാൽ അത് മതി. ബാക്കി എന്തെല്ലാം കുറവുകൾ നമുക്കുണ്ടെങ്കിലും ആ കുറവുകളൊക്കെ നമ്മുടെ സന്തോഷത്തെ ഒരിക്കലും കെടുത്തിക്കളയില്ല എന്ന് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്മസിന്റെ നാളുകളിൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ ആ പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്ന ഒരു ഒരു സാഹചര്യമുണ്ട്. പുൽത്തൊഴുത്തിൽ പിറന്നു കിടക്കുന്ന ഉണ്ണീശോയുടെ അപ്പുറത്തും യൗസപിതാവും മാതാവും, പിന്നെ ഉണ്ണീശോയുടെ ചുറ്റുവട്ടത്തായി കുറെ പശുക്കളും അതുപോലെ തന്നെ ആടുകൾ. അതുമായി ബന്ധപ്പെട്ടൊരു കഥ ഇങ്ങനെയാണ്. പുൽത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണീശോയെ സംരക്ഷിക്കാനായി യൗസപിതാവിനും മാതാവിനും ഒപ്പം വേറെ ആരെങ്കിലും വേണമെന്ന ചിന്ത വന്നപ്പോൾ മാലാഖന്മാർ അതിനായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം മാലാഖന്മാരെ കണ്ടെത്തിയത് ഒരു മയിലിനെ ആയിരുന്നു. മയിലിനോട് ചോദിച്ചു, മയിലെ നിനക്ക് ഉണ്ണീശോയെ സംരക്ഷിക്കാൻ പറ്റും? മയിൽ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് പറ്റും. കാരണം എനിക്ക് നന്നായി നൃത്തം ചെയ്യാൻ പറ്റും. എൻ്റെ പീലികൾ കൊണ്ട് ഞാൻ ഉണ്ണീശോയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു തൊട്ടി നിർമ്മിക്കും എന്നൊക്കെ മയിൽ പറയുകയാണ്. അപ്പോൾ മാലാഖന്മാര് മയിലിനോട് പറഞ്ഞു, നീ ആവശ്യത്തിൽ കവിഞ്ഞ അഹങ്കാരിയാണ്. നിന്റെ ശക്തിയെക്കുറിച്ച്, നിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിനക്ക് വലിയ ബോധ്യമാണ്. അതുകൊണ്ട് നിന്നെ ഉണ്ണീശോയ്ക്ക് ആവശ്യമില്ല. രണ്ടാമതായിട്ട് മാലാഖന്മാരിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ അവർ കണ്ടെത്തുന്നത് ഒരു കുറുക്കനെയായിരുന്നു. കുറുക്കനോട് ചോദിച്ചു, കുറുക്ക നിനക്ക് ഉണ്ണീശോയെ സംരക്ഷിക്കാൻ പറ്റും? കുറുക്കൻ പറഞ്ഞു, എനിക്ക് ഉണ്ണീശോയെ സംരക്ഷിക്കാൻ പറ്റും. ഞാൻ തികഞ്ഞ ബുദ്ധിശാലിയാണ്. ഞാൻ എല്ലാ ദിവസവും ഉണ്ണീശോയ്ക്ക് ഭക്ഷിക്കാനായി ഒരു കുപ്പി തേൻ കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും ഉണ്ണീശോയെ തന്ത്രപൂർവ്വം അകറ്റി നിർത്തും. മാലാഖന്മാർ പറഞ്ഞു, നീ പതിവിൽ കവിഞ്ഞിട്ടുള്ള ബുദ്ധിയെക്കുറിച്ച് അഹങ്കരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിന്റെയും സേവനം ആവശ്യമില്ല. അവസാനമാണ് മാലാഖന്മാർ കാണുന്നത് വയലിൽ വിശ്രമിക്കുന്ന, മേയുന്ന പശുക്കളെയും ആടുകളെയും. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉണ്ണീശോയെ സംരക്ഷിക്കാൻ പറ്റും? പശുക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഉണ്ണീശോയെ സംരക്ഷിക്കാനായിട്ട് പറ്റും. മാലാഖന്മാർക്ക് അതിശയമായി. പക്ഷേ പശുക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം മാത്രം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ നീളമുള്ള വാലുകൊണ്ട് വേണമെങ്കിൽ വല്ല പ്രാണിയോ അതല്ലെങ്കിൽ ഉണ്ണീശോയെ ശല്യപ്പെടുത്താൻ വരുന്ന ഏതെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയെ ആട്ടിയോടിക്കാൻ വേണ്ടി, അല്ലാതെ എനിക്ക് വേറൊരു ശക്തിയുമില്ല. അപ്പം മാലാഖന്മാർ പറഞ്ഞു, നിങ്ങളെയാണ് ഉണ്ണീശോയ്ക്ക് ആവശ്യം. കാരണം നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട്, നിങ്ങൾ എളിമയുള്ളവരാണ്. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ഈ വർഷം, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ ജനിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് എളിമയെന്ന പുണ്യമാണ്. നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം, നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള വ്യക്തമായുള്ള അറിവ്, ഇത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ എളിമയോടുകൂടി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ
ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഉള്ളം നിറയെ ദൈവസ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നിറയാൻ, ഉള്ളും നിറയെ എളിമ കൊണ്ടും നിറയുവാൻ, ഉണ്ണീശോയുടെ സ്നേഹം ആവോളം നുകരാൻ നിങ്ങൾക്കെല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.